ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മളെ യൂസുഫ് ഖാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട്. യൂസുഫ് ഖാൻ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? കാരണം യൂസുഫ് ഖാനെ ഞാൻ ഏകദേശം ഒരു വർഷം മുമ്പ് അല്ലേ, ഒരു വർഷം മുമ്പാണ്, 1.5 വർഷമായിട്ടുണ്ടോ അല്ലേ, ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ ആദ്യം ക്യാപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട് നോ റെന്റ്, നോ സ്റ്റാഫ്. അതൊക്കെ മാക്സിമം കാറിൻ്റെ മുകളിൽ റേറ്റ് കുറച്ചിട്ട് തരുന്നൊരു വ്യക്തി. കാരണം ഗൾഫുകാരനാണ്, നാട്ടിൽ വന്ന് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയാണ്. അപ്പോൾ ഗൾഫുകാരാണ് ഏറ്റവും കൂടുതൽ കാർ നോക്കുന്നത്. നല്ല ക്വാളിറ്റി വണ്ടികൾ നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിനൊക്കെ നല്ല ഓഫർ കൊടുത്തിരുന്നു അല്ലേ? വണ്ടി നമ്മളെ ചാനൽ കണ്ടുകൊടുക്കാറ് ചില ടൈമിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവും. കാരണം നമുക്ക് കിട്ടുന്ന മാതിരി നമുക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. മാക്സിമം ഭാഗം ചെയ്ത് നല്ല വണ്ടികൾ നമ്മൾ എടുക്കലുള്ളൂ. മാക്സിമം ചാർജ് കുറച്ചിട്ട് വണ്ടി സെയിൽ ചെയ്യുള്ളൂ. ഓക്കെ, കാരണം മൂപ്പർക്ക് വേറെ ഒന്നുമില്ല. കാരണം റെന്റ് കൊടുക്കണ്ട, സ്റ്റാഫിന് പൈസ കൊടുക്കണ്ട, ഒന്നും കൊടുക്കാത്തതുകൊണ്ട് തന്നെ മാക്സിമം ഓഫറാണ് മൂപ്പര് കൊടുക്കുന്നത്. ഇനി ഓഫർ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക, അത് നിങ്ങളെ ഇഷ്ടമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2016 സണ്ണിങ്ങൾക്ക് 2 ലക്ഷം രൂപയും കിട്ടും, 3 ലക്ഷം രൂപയും കിട്ടും, 4 ലക്ഷം രൂപയും കിട്ടും. അത് മാറ്റത്തിനനുസരിച്ച് ചില അപാകതയും കാര്യങ്ങളൊക്കെ വരും, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ക്വാളിറ്റി വണ്ടികളാണ്, ഇപ്പോൾ മാക്സിമം ക്വാളിറ്റി വണ്ടികളാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. 2016 ഈ ഒരു സണ്ണിങ് തരാൻ പോകുന്നത് എത്ര? 3.20 കൊടുക്കാം. 3.20 നോക്കണ്ടോ, അത് നമുക്ക് 5-10 പിന്നും കുറപ്പിക്കാം. വേറെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞൊന്നും പറയരുത്. ഓക്കെ, 2012 പറഞ്ഞ എത്ര കൊടുക്കാം? നമുക്ക് 3.25 കൊടുക്കാം. 3.25 അതും നമുക്ക് ഉറപ്പിക്കാം. ബൊലോറോ വരുന്നുണ്ട് 2015. അതേപോലെ തന്നെ ഒമനി വരുന്നുണ്ട്. ഒമനിയൊക്കെ 2027 വരെ പേപ്പറുള്ള ഒമനിയൊക്കെ നിങ്ങൾ തരാൻ പോകുന്നത് 75 റുപ്യ. അതുപോലെ തന്നെ 2014 അല്ലേ, 2014 ആൾട്ടോ 800 VXA അല്ലേ, VXA ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്, സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. 1.90 തരാൻ പോകുന്നത്. അതേപോലെ തന്നെ 2012 വാഗ്നർ LXA VXAയോ LXA ആണ് വരുന്നത്. അത് 2,20,000. ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളുള്ള സ്പോട്ട് നമ്മളെ യൂസുഫ് ഖാൻ അടുത്ത്. യൂസുഫ് ഖാൻ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് കൊണ്ടോട്ടി കീശ്ശേരി മൊറയൂർ റോഡില് കീശ്ശേരി അങ്ങാടി 1 കിലോമീറ്റർ കുഴിമണ്ണാണ് സ്ഥലം. കുഴിമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്ത് പുതിയോടത്ത് യൂസർ കാറിലാണ് നമ്മളുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങല്ലേ? എവിടുന്നാ തുടങ്ങണ്ടേ? നിങ്ങൾ പറഞ്ഞോളി. നമുക്ക് സണ്ണിക്കൂട്ടം തന്നെ തുടങ്ങാം അല്ലേ? സണ്ണി നമുക്ക് തുടങ്ങാം. അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് 2016 12 മാസം വണ്ടി, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 12 മാസം റീ ആണ് വരുന്നത്. ഓണർഷിപ്പ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ ചോദിക്കണോ? കിലോമീറ്റർ ചോദിക്കാം. 95,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തിട്ടില്ല. ജെന്യുവിൻ ആണോ? നമ്മൾ അവിടെ പോയിട്ട വണ്ടിയാണ്. ഓക്കെ, പ്രൈസ് എങ്ങനെ? ലാസ്റ്റ് പ്രൈസ് നമുക്ക് 3,20,000 കൊടുക്കാം. അതിന് 5 മണി കുറയ്ക്കൂലേ? കസ്റ്റമർ വരട്ടെ. നമുക്ക് 3.15 നമ്മൾ സണ്ണിക്കൂട്ടം തരാൻ പോകുന്നത്. ഞാൻ അതേപോലെ തന്നെ 2012 വെർണ ഉണ്ടായില്ലേ, ഒരു സഡാൻ ടൈപ്പ് വണ്ടി നോക്കുകയാണെങ്കിൽ ഇതാ വെർണ വരുന്നിട്ടുണ്ട്. വെർണ എങ്ങനെയാണ് ഡീറ്റെയിൽസ് വരുന്നത്? ഇത് പറഞ്ഞ സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കറക്റ്റ് ആർക്കും ഇഷ്ടം എടുത്തിട്ട് വന്നാൽ നമ്പർ കാണിച്ചു കൊടുത്താളി വണ്ടിന്റെ നമ്പർ. നമ്മൾ ഒരു ഷോപ്പിന്റെ പേരൊന്നല്ല നമ്പർ വെച്ചത്. ഓക്കെ ഓക്കെ, അലോയി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അലോയി നമ്മൾ ചെയ്തതാണ്. അത് SS ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ, കിലോമീറ്ററോ? കിലോമീറ്റർ 1,84,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കമ്പനി സർവീസ് പക്കാണ്. പക്ക. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്. പ്രൈസ് ഇത് നമുക്ക് 3,25,000 റുപ്യ കൊടുക്കാം. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ലാസ്റ്റ് ഒരു 5 മണി കൊടുക്കാം. 20 കൊടുക്കാം. 3.20 ലാസ്റ്റ്. എത്ര ലോൺ കയറും? നല്ല കസ്റ്റമർ ആണെങ്കിൽ 2.25 വരെ കയറും. 2.25 വരെ ചേരും. ഒരു ചെറിയൊരു പൈസ ഉണ്ടോ വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ, ഈ ഒരു സാലറി എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? സാലറി 2015 ZXi. 2015 ZXi ഓട്ടോമാറ്റിക് ആണ്. MT ഗിയർ ബോക്സ്. ഓണർഷിപ്പ് പറഞ്ഞത്? ഓണർഷിപ്പ് 3rd. കിലോമീറ്ററോ? കിലോമീറ്റർ 1.18. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ശരി, കാണാൻ ജെന്യുവിൻ ആണ്. പ്രൈസ് ആണ് വരുന്നത്? നമുക്കൊരു 3,65,000 രൂപ കൊടുക്കും. 3.65. യൂട്യൂബ് ഓഫർ ആട്ടെ. ഒരു മാസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ വന്നിട്ട് ഞാൻ ഈ പ്രൈസിന് കൊടുത്തില്ല എന്ന് വരും. ഒരു മാസം കഴിഞ്ഞിട്ട് വിൽക്കാൻ നിൽക്കണ്ട, നിങ്ങൾ നാളെ തന്നെ വിറ്റോളി. ആ പ്രൈസിന് പോകണല്ലോ. നമുക്ക് 3,65,000 രൂപ കൊടുക്കും. ഓക്കെ, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. മാക്സിമം ലോൺ. ഓക്കെ, ഈ ഒരു i20 എങ്ങനെ ഡീറ്റെയിൽസ്? i20 2015 മാഗ്ന. 2015 മാഗ്ന ഡീസൽ. മൂന്നാമത്തെ RC ഓണർ. കിലോമീറ്ററോ? 1,16,000 കിലോമീറ്റർ. ഒന്നുമില്ല. ശരി, അവൈലബിൾ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ഡീസൽ അല്ലേ? ഡീസൽ. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കൊരു 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4.5 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? 4 രൂപ എന്തായാലും കയറും. ഒരു 50,000 രൂപ വണ്ടി ഇവിടെ നടക്കാം. സണ്ണി നമ്മൾ കാണിച്ചു. ഈ കിഡ് നമ്മൾ വരുന്നത്? കിഡ് 2021 വണ്ടി. 2021. ഓണർഷിപ്പ്? മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. RX അല്ലേ വരുന്നത്? RX. കിലോമീറ്ററോ? കിലോമീറ്റർ 29,000 കിലോമീറ്റർ. ജെന്യുവിൻ ഓട്ടോ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് നമുക്ക് 4,40,000 കൊടുക്കാം. 4,40,000. എത്ര ലോൺ കയറും? 4 രൂപ വരെ ലോണും കയറും. 4 രൂപ വരെ ലോണും കയറും. ഓക്കെ, അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് എട്ടിയോസ് 2014 GD SP അടുത്ത് 2 എയർ ബാഗ് ഒക്കെ വരുന്ന ടൈപ്പ്. 2 എയർ ബാഗ് വരുന്നത് റീ ആണോ? റീ രജിസ്ട്രേഷൻ ആണ്. റീ ആണ് വരുന്നത്. 1.5 ലക്ഷം കിലോമീറ്റർ ആണ്. അതിലുള്ള ഹിസ്റ്ററി എടുത്തിട്ടില്ല.
എക്സൽ എടുത്തിട്ടില്ല. പ്രൈസ് അങ്ങനെ ഫൈനൽ വരുന്നത്? പ്രൈസ് നമുക്ക് 390 ഏറ്റവും ഫൈനൽ. 390 ഓഫർ ആട്ടത്. 390 GD SP, അതായത് എയർ ബാഗ് വരുന്ന ടൈപ്പ്. 2014 ലാസ്റ്റ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, 390 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഐറ്റം ഉണ്ടോ? ഐറ്റം 2015 മാഗ്ന പെട്രോൾ. 2015 മാഗ്ന പെട്രോൾ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് തേർഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 87,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ശരി, കാണാൻ അവൈലബിൾ ആണ്. ഒക്കെ അവൈലബിൾ. പ്രൈസ് അങ്ങനെ ലാസ്റ്റ് ഫൈനൽ? പ്രൈസ് നമുക്ക് 4,400 കൊടുക്കാം. 4,400. എത്ര ലോൺ കയറും? 4 രൂപ ലോൺ കയറും. ഒരു 25,000 വണ്ടി ഇവിടെ നടക്കാം. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ മാറ്റം ചെയ്തു മാറ്റം ചെയ്യാൻ കഴിയില്ല. അതെന്താ വാശി പിടിക്കുന്നത്? അത് വാശി. ഒരു 5 നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ, ഒരു എത്തിയോസ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? എത്തിയോസ് 2016 GD. 2016 GD SP. ഓണർഷിപ്പ്? മൂന്നാമത്തെ ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ഉണ്ടോ? ഡിക്കിന്റെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 4,60 കൊടുക്കാം. 4,60,000. എത്ര ലോൺ കയറും? 4 രൂപ കയറും. ഒരു 60,000 വണ്ടി ഇവിടെ നടക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു എത്തിയോസോ? എത്തിയോസ് 2017 വണ്ടി. 2017 17 18 2017 18 ആണോ കേരള ആണോ? കേരള അല്ല, റിയാണ്. റിയാണ് വരുന്നത്. വീഡിയോ ആണ് വരുന്നത്. GD. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ? കിലോമീറ്റർ 87,000 കിലോമീറ്റർ. 87,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഹിസ്റ്ററി എടുത്തിട്ടില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് നമുക്ക് 6,60 കൊടുക്കാം. 6,60,000. എത്ര ലോൺ കയറും? 6,10 ഗ്യാരണ്ടിയാണ്. 6,10 കസ്റ്റമർ സിവിൽ അനുസരിച്ച് ഉണ്ടാവും. ഓക്കെ, ഇനി ക്രിസ്റ്റ 2017. അതും റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹിസ്റ്ററി ഉള്ളതാണ് എന്നോട് പറഞ്ഞത്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്ററോ? 85,000. 90,000 കിലോമീറ്റർ. 90,000 കിലോമീറ്റർ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേർഡ്. ഏതാ ഓപ്ഷൻ വരുന്നത്? G ആണ് വരുന്നത്. പ്രൈസ് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് അത്യാവശ്യം നല്ല വൃത്തി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വരുന്നത്. കാര്യങ്ങൾ അതേപോലെ തന്നെ ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പ്രൈസ് ആണ് വരുന്നത്? 16,300 കൊടുക്കാം. 16,300. എത്ര ലോൺ കയറും? ഒരു 13-14 ഒക്കെ കയറും. ഒരു 3 ലക്ഷം രൂപ സുഖമായിട്ട് വണ്ടി കൊണ്ട് നടക്കാം അല്ലേ? ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ബൊലേറോ ഇതേതാ മോഡൽ വരുന്നത്? 2015 വണ്ടി. 2015. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ? കിലോമീറ്റർ 1,11,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? XLS. ZL മിഡിൽ ഓപ്ഷൻ. മിഡിൽ ഓപ്ഷൻ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 2014 15 2015 4,90 കൊടുക്കാം. 4,90. ഇല്ല, ഞാൻ 5,400 ചോദിക്കണ വണ്ടിയാ. അപ്പൊ ഒരു 5 രൂപ. അതിൽ ഇൻഷുറൻസ് കഴിഞ്ഞാണ്. അപ്പൊ ഇൻഷുറൻസ് എടുത്തിട്ട് 4,85 നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഇൻഷാല്ലാ. ഓക്കെ, അതേപോലെ തന്നെ ഈ സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ്? 2007-27 പേപ്പർ. 2007-27 പേപ്പർ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് 4ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1,38. 1,38. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 1,45 കൊടുക്കാം. 1,45,000. 2027 വരെയുള്ള പേപ്പറുള്ള സ്വിഫ്റ്റ്. ഓക്കെ, ഈ ഒരു നാനോ ഏതാ ഓപ്ഷൻ വരുന്നത്? 2015. 2015 ഏതാ ഓപ്ഷൻ വരുന്നത്? ടിസ്റ്റ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഫസ്റ്റ്. കിലോമീറ്റർ? കിലോമീറ്റർ 87,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് നമുക്ക് 1,15 കൊടുക്കാം. 1,15,000. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ക്വാളിറ്റി വണ്ടി ആട്ടതൊക്കെ അല്ല, അത് നമ്മൾ വീഡിയോയിൽ വസ്തു തുടക്കത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യം. 1,15. ഈ ഒരു നാനോ? നാനോ ഓട്ടോമാറ്റിക്. ഏതാ മോഡൽ? 2016 മോഡൽ. എക്സ്ട്രീ ആണോ? ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ. 2016 മോഡൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ? കിലോമീറ്റർ 67,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ്? ലാസ്റ്റ് ഫൈനൽ പ്രൈസ് 1,60,000. 1,60,000 മാക്സിമം ലോൺ ചെയ്തു. മാക്സിമം ലോൺ ഓട്ടോമാറ്റിക് ആണത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആൾട്ടോ 800 ഏതാ മോഡൽ വരുന്നത്? 2014 മോഡൽ. 2014 VXI ആണ് വരുന്നത്. സിംഗിൾ ഓണർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങൾ ഉണ്ടോ? ഉണ്ട്. ഹിസ്റ്ററി ജെന്യുവൻ ആണ്. വരുന്നത്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് LXI അല്ല മക്കളെ, VXI ആണ് വരുന്നത്. LXI നമുക്ക് 1,90 കൊടുക്കാം. 1,90. എന്തെങ്കിലും കുറച്ച് അതിൽ ഇൻഷുറൻസ് ഇല്ല, ഞാൻ എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ 1,85 കൊടുക്കും. 1,90 കൊടുക്കും. 1,90 നമുക്ക് എടുത്തു കൊടുക്കാം. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഈ ഒരു വാഗ്നറോ? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ വാഗ്നർ 2012 LXI. 2012 LXI. ഓണർഷിപ്പ് വരുന്നത്? മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 99,000. 1,00,000 ആവുന്നു. 1,00,000 തന്നെ പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 2,20 കൊടുക്കും. 2,20,000. എത്ര ലോൺ കയറും? 2 രൂപ കയറും. ഒരു 20 രൂപയുടെ വണ്ടി കൊടുക്കാം. ഈ ഒരു ആൾട്ടോ 2012 കുട്ടൻ, നല്ല കുട്ടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 4ാമത്തെ RC ഓണറാണ്. 74,000 ജെന്യൂൻ ഓട്ടം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 2012 അല്ലേ, ഒരു ആൾട്ടോ അല്ലേ, 1,40 ചോടെ കിട്ടും? ഇല്ല.
കിട്ടൂല കിട്ടൂല. എത്ര കിട്ടും? 150 കൊടുക്കാം. 150. അത്ര ക്വാളിറ്റി വണ്ടിയാണ് അതിന് കഴിയുള്ളത്. അല്ല ഓൾമോസ്റ്റ് എല്ലാവരും ആ റേറ്റാ പറയുന്നത്. ആ റേറ്റ് ഒന്ന് മാറ്റി പിടിക്കാൻ കഴിയൂല. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? 2013 മോഡലാണ്. 14 10 മാസം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോൾ മാറി ഉണ്ടായിരുന്നല്ലോ. പോയി. ഓക്കെ. 13 മോഡൽ 14 10 മാസം സിംഗിൾ ഓണർ വണ്ടി. ഏത് ഓപ്ഷൻ വരുന്നത്? പിന്നെ ഫുൾ ഓപ്ഷൻ LT ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. കിലോമീറ്റർ 1,50,000. ഒരു കാരവനൊക്കെ ആക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് പറ്റില്ല. അല്ല മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ 100% ഫിറ്റുള്ളതാണ്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത് 2,500 കൊടുക്കാം. 2,50,000. എത്ര ലോൺ കയറും? അത് ലോൺ കിട്ടൂല. എന്നാ പോട്ടെ. ഇനി നെക്സ്റ്റ് വരുന്നത് എത്തിയോസ് ലീവ. റിയ ആണോ കേരള ആണോ? റീ വണ്ടിയാണ്. റിയ ആണ് വരുന്നത്. GD അല്ലേ? GD SP. ഓണർഷിപ്പ് 3. കിലോമീറ്റർ 1,30,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? 1,30,000 അല്ലടാ, അത് 1,26,000. 1,26,000. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 4.5 ലക്ഷം രൂപ കൊടുക്കാം. 4.5 ലക്ഷം രൂപയ്ക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. മാക്സിമം. ഇനി അതേപോലെ തന്നെ ഒരു ഒമനി നോക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 2027 വരെ പേപ്പറുള്ള 5 സീറ്റർ അല്ലേ വരുന്നത്? അല്ല 8 സീറ്റാണ്. ഒരു സീറ്റ് ഇല്ല. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത് ലാസ്റ്റ് ഫൈനൽ 75 രൂപ കൊടുക്കാം. 75 രൂപ കൊടുക്കാം. നല്ല വണ്ടി. നല്ല വണ്ടിയല്ലേ വരുന്നത്? ക്വാളിറ്റി വണ്ടി. ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും യൂസുഫ് ഈ കമ്പനിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ RC പിന്നെ LPG ഉണ്ട്. ആൾറെഡി ഇപ്പൊ LPG ഇല്ല. LPG കയറ്റണമെങ്കിൽ ഇനി പൊളി നിർത്തും കയറ്റാം. ഓക്കെ. LPG അഡീഷണൽ ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കൊണ്ടോട്ടി കീശ്ശേരി മൊറൈ റോഡിൽ ഗണപതി സ്കൂളിന്റെ അടുത്ത്. കീശ്ശേരി അങ്ങാടിയിൽ നിന്ന് 1 കിലോമീറ്റർ. നമ്മളെ പുതിയോടത്ത് യൂസഫ് കാർഡാണ്. അത് കുറഞ്ഞ വണ്ടികളാണ് ഉള്ള വണ്ടികൾ, ക്വാളിറ്റി വണ്ടികളാണ്. മാക്സിമം റേറ്റ് ഒക്കെ കുറച്ചിട്ടാണെങ്കിൽ തരുന്നത്. അപ്പോൾ യൂസഫ് കാരുടെ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ബാഗ് വിളിച്ചോളി, മിസ്സാക്കാൻ നിൽക്കണ്ട.